ഈ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ പേന കൊടുക്കുന്നതേ അസത്യത്തിനെതിരെയും അഴിമതിക്കെതിരെയും പോരാടാനുള്ള ആയുധമായിട്ടാണ്, അല്ലാതെ ആളെ കളിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ല. നമസ്കാരം. KSRTC ബസിന്റെ വിവാദത്തിൽ മാധ്യമ വാർത്തകൾ പച്ചക്കള്ളമാണ് എന്ന് തെളിവുകൾ നിരത്തി KB ഗണേഷ്കുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരേ ദിവസം തന്നെ ബസ്സുകൾ പല വിലയ്ക്ക് വാങ്ങി, അങ്ങനെ കോടികൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കോടികൾ അടിച്ചുമാറ്റി എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയെ പിൻപറ്റി ആ രേഖകൾ വെച്ചുകൊണ്ട് മിക്കവാറും എല്ലാ യൂട്യൂബ് ചാനലുകളും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ KSRTCയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതിന്റെ യഥാർത്ഥ കണക്ക് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല. മാത്രമല്ല KB ഗണേഷ്കുമാർ എന്ന തനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന തോതിൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ എനിക്കും യോജിപ്പുണ്ട്. കാരണം KB ഗണേഷ്കുമാർ എന്ത് തന്നെ ആയിരുന്നാലും ഇട്ടുമൂടാൻ ആവശ്യത്തിന് പണമുണ്ട്. അപ്പൻ ബാലകൃഷ്ണൻ അടക്കം അത്യാവശ്യം സമ്പത്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അഴിമതിന്റെ പണം മൂപ്പർക്ക് ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ളവര് ആവശ്യമുള്ളവരുണ്ടല്ലോ, അവര് മാറ്റിയിട്ടോ ഇല്ലയൊന്നും പഴയ മന്ത്രി ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും KSRTCയിലേക്ക് പുതിയ ബസ്സുകൾ വാങ്ങിയതിലുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും അഴിമതിയും നടന്നു എന്ന തരത്തില് ഒരു പ്രമുഖ മാധ്യമം നൽകിയ വാർത്തയെ പൂർണ്ണമായിട്ടും വ്യാജമാണ്, അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെയാണ് മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള രേഖകൾ KSRTCയിലെ അല്ല, പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ചമച്ചുണ്ടാക്കിയതാണ്, കള്ളക്കഥകളാണ് എന്നൊക്കെയാണ് അദ്ദേഹം ആ രേഖകളൊക്കെ ഇപ്പോൾ ഔദ്യോഗിക ബില്ലുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് തുറന്നടിച്ചത്. KSRTC ഒരേ ദിവസം 2 വ്യത്യസ്ത വിലകൾക്ക് ബസിന്റെ ചേസിസ് വാങ്ങി എന്നതായിരുന്നു മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രധാന ആരോപണം. എന്നാൽ സാങ്കേതികമായി 2 വ്യത്യസ്ത സൗകര്യങ്ങളുള്ള ബസ്സുകൾ വാങ്ങിയത് കൊണ്ടാണ് ഈ വില വ്യത്യാസം വന്നത് എന്നാണ് അദ്ദേഹം കണക്കുകൾ സഹിതം വിശദീകരിക്കുന്നത്. എയർ സസ്പെൻഷൻ സൗകര്യങ്ങളുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ ചേസസിന് KSRTC നൽകിയത് 21.64 ലക്ഷം രൂപയാണ്. എന്നാൽ സ്പ്രിംഗ് സസ്പെൻഷൻ മാത്രമുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾക്ക് നൽകിയിട്ടുള്ളത് 20.62 ലക്ഷം രൂപ മാത്രമാണ്. വാർത്തയിൽ പറയുന്നത് പോലെ 29 ലക്ഷം രൂപയ്ക്കൊന്നും KSRTC ബസ് വാങ്ങിയിട്ടൊന്നുമില്ല. മാത്രമല്ല, ഈ പർച്ചേസിലൂടെ KSRTCക്ക് 4 കോടിയുടെ നഷ്ടം വന്നു എന്ന് പ്രചരിപ്പിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ ലാഭമാണ് ഉണ്ടായത് എന്നും പഴയ മന്ത്രി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ GST നിരക്ക് 28% നിന്ന് 18% കുറച്ചതുകൊണ്ട് ആ ആനുകൂല്യം കൃത്യമായി ഉപയോഗപ്പെടുത്തിയതിലൂടെ 2 ഘട്ടങ്ങളായി നടന്നിട്ടുള്ള പർച്ചേസിൽ 3.06 കോടി രൂപയോളം KSRTCക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും കൂടി അദ്ദേഹം ചേർത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെടുത്ത് തെളിവടക്കം എടുത്ത് കാണിക്കുന്നുണ്ട്. KSRTCന്റെ കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു വിധത്തിലുള്ള അഴിമതി നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ തനിക്ക് ബാധ്യത ഉണ്ട് എന്നും അതിനാൽ വിജിലൻസോ CBIയോ ആര് വന്നന്വേഷിച്ചാലും അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഗണേഷ്കുമാർ വെല്ലുവിളിച്ചിട്ടുണ്ട്. താൻ സിനിമയിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആളാണെന്നും അഴിമതി പണം കൊണ്ട് തനിക്ക് ജീവിക്കേണ്ട ഗതികേട് തനിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. KSRTCയിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ മാത്രം നേരിട്ട് ബസ് വാങ്ങാൻ പറ്റില്ല. CMD, ഫിനാൻസ് ഓഫീസർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഡയറക്ടർ ബോർഡാണ് കൃത്യമായി ടെൻഡർ വിളിച്ച് വിലപേശലുകൾ നടത്തി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പർച്ചേസ് ഓർഡറുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാജരേഖ ഈ മാധ്യമപ്രവർത്തകർ മുന്നേക്ക് നിരത്തി വെച്ച് വാർത്ത ചെയ്ത ഈ വ്യാജരേഖ ചമച്ച് അതുണ്ടാക്കി കെട്ടിച്ചമച്ച് നൽകിയത് ആ ഉദ്യോഗസ്ഥൻ ആരാണോ ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താൻ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും വ്യക്തിഹത്യ നടത്തുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പത്തനാപുരത്തുകാരനാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് വികസനത്തിന്റെ കുറവുണ്ടെന്നല്ല, മറിച്ച് കോൺഗ്രസും BJPയും മണ്ഡലത്തിലുണ്ടാക്കിയ അവിശുദ്ധമായ വോട്ട് കച്ചവടം, അതായത് വോട്ട് ഡീലുണ്ടല്ലോ, അവർ അവകാശപ്പെടുന്ന പോലെ, അത് കാരണമാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 10,000 വോട്ടുകൾ പിടിച്ച BJPക്ക് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് വെറും 731 വോട്ട് മാത്രമാണ്. അതായത് BJP നേതാക്കൾ പണം വാങ്ങി വോട്ടുകൾ പൂർണ്ണമായി UDFന് മറിച്ച് നൽകുകയായിരുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിലെ കണക്കുകൾ നിരത്തി അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇവിടെ എനിക്കൊരു സംശയമുള്ളത്, ഈ തെരഞ്ഞെടുപ്പില് വോട്ട് ആർക്ക് ചെയ്യണം ആർക്ക് ചെയ്യേണ്ട എന്ന് മറ്റുള്ളവരാണോ തീരുമാനിക്കുന്നത്? ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ജനങ്ങൾ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടല്ലേ കൊടുത്തത്. അതല്ലാതെ നേതാക്കന്മാർ വന്നു ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേതാക്കന്മാര് ഇത്ര വോട്ട് എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞാൽ പോരെ? ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പറച്ചിലൊക്കെ വെറും ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മതേതര നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിന്നതുകൊണ്ടാണ് KB ഗണേഷ്കുമാറിനെതിരെ വോട്ട് മറിക്കൽ നടന്നത് എന്നും അതുകൊണ്ട് ഈ പരാജയത്തെ ഞാനൊരു വലിയ ധാർമ്മിക വിജയമായിട്ട് കാണുന്നെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നമ്മളെ
നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞല്ലോ, നമ്മുടെ ഗോവിന്ദ് സാറ് പറഞ്ഞതുപോലെ ഈ പരാജയത്തെ എന്തൊക്കെയോ കുറെ ആ ഡയലോഗ് അങ്ങനെ കണക്ക് കണക്കൂട്ടിയാൽ മതി. പത്രസമ്മേളനത്തിൽ മറ്റു ചില സാമൂഹിക ജനകീയ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞു. സ്ത്രീകളുടെ സൗജന്യ യാത്ര ഒരു നല്ല കാര്യമാണ്, പക്ഷെ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നുള്ള വിവേചനമൊന്നും കാണിക്കരുത്. ബസ്സിൽ കയറുമ്പോൾ ഒരു കുട്ടിയോട് പണം വാങ്ങുകയും മറ്റേ കുട്ടിയോട് വാങ്ങാതിരിക്കുകയും ചെയ്യുന്നത് കുട്ടികളിൽ മാനസികമായിട്ടുള്ള സങ്കടം ഉണ്ടാക്കും. അതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കെല്ലാം പൂർണ്ണ സൗജന്യം കൊടുക്കണം. KSRTC-യിൽ സ്ത്രീകൾക്ക് വലിയ തോതിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അത് സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളുടെ വരുമാനത്തെ കാര്യമായി ബാധിക്കും. അതിനാൽ വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ഓട്ടോ തൊഴിലാളികളുടെ ടാക്സും ഇന്ധന സെസ്സും ഒന്ന് ഒഴിവാക്കുന്നതിനാൽ ഗവൺമെന്റ് പ്ലാനിംഗ് ബോർഡ് തയ്യാറാകണം. തന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ MLA എന്ന് രേഖപ്പെടുത്തിയത് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ടൈപ്പിംഗ് പിഴവാണ്. അത് ലൈസൻസ് പുതുക്കിയതോടെ പഴയ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. തനിക്ക് വിദേശ ലൈസൻസും അന്താരാഷ്ട്ര ലൈസൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നതെന്ന് വിലക്കാൻ ആർക്കും കഴിയില്ല എന്ന് KB ഗണേഷ്കുമാർ തുറന്നടിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഗണേഷ്കുമാർ പറഞ്ഞത് നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം കുട്ടി മനസ്സ്, അവർക്ക് ഈ വിവേചനവും മറ്റു കാര്യങ്ങളും ഈ നിയമമൊന്നും അറിയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായി സൗജന്യമായിട്ട് കൊടുക്കണമെന്നൊരു അഭിപ്രായം നമുക്കുമുണ്ട്. അത് നടക്കുമെന്നുണ്ടെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇത് ചെയ്യട്ടെ. ഏതായാലും ഒരു നല്ല കാൽവയ്പാണ് ആ കാര്യത്തിൽ ചെയ്തത്. പിന്നെ KB ഗണേഷ്കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായി സാമ്പത്തികമായിട്ട് ആവശ്യമില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമില്ല. അത് സത്യം തന്നെയാണ്. കാര്യം അതിനോളം ഉണ്ട്. കൊട്ടാരക്കര വാളകമായ ഏരിയ മുഴുവൻ ഏതാണ്ട് 1000 വരെയുള്ള ആ റോഡിന്റെ സൈഡ് മുഴുവൻ കീഴൂട്ടുകാരുടെ തന്നെയാണ്, വേറെ ആരുടെയല്ല. കിലോമീറ്റർ കണക്കിനാണ് അവർക്ക് സമ്പത്തും മുതലും കാര്യങ്ങളും എല്ലാം ഉള്ളത്. വീതം വെച്ചിട്ടുണ്ടെങ്കിലും അത് മക്കൾക്കല്ലേ വീതം വെച്ചത്. ആ മുതലും ഇപ്പം അതുപോലെ തന്നെ ഉണ്ട്. ഒന്നും വിറ്റ് തോലച്ചിട്ടൊന്നുമില്ല ആരും. അതുകൊണ്ട് ആ സ്വത്തും സമ്പത്തും ഒക്കെ ആവശ്യം പോലുള്ള KB ഗണേഷ്കുമാറിന് ധൈര്യമായിട്ട് പറയാം, ഏത് വിജിലൻസ് അന്വേഷണമോ മറ്റു കാര്യങ്ങളോ എന്തോ ഉണ്ടായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ലാന്ന്. ഇനി എനിക്കിതെങ്ങനെ ഉറപ്പ് പറയുന്നുള്ളത്, കീഴൂട്ടുകോട്ടില് ബാലകൃഷ്ണപിള്ള സാർ ഉണ്ടായിരുന്ന കാലത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലാണ്, അവരുടെ സമ്പത്തിന്റെ ഏരിയയൊക്കെ അറിയാവുന്ന ആളെന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞത്. അല്ലാതെ അവരുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അതൊക്കെ 1990-കളിലാണ്, 90, 92, 94-കളിലാണ്. അതുകൊണ്ട് KB ഗണേഷ്കുമാറിന് ഇത്തരത്തിൽ ബില്ലിൽ തുക വെട്ടിച്ച് പണം അടിച്ചു മാറ്റേണ്ട ഗതികേടൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവർ അടിച്ചു മാറ്റിയില്ല എന്ന് പറയാനും പറ്റില്ല. പ്രധാനമായും കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം KSRTC-യിലെ ബസ്സുകൾ വാങ്ങിയതിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന മട്ടിലൊരു വാർത്ത പ്രചരിപ്പിച്ചു. അതിൻ്റെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വ്യാജ വാർത്തകൾ ചമച്ച് പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമ ധാർമ്മികതയ്ക്ക് ചേർന്നല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് KSRTC ഒരേ ദിവസം 2 വിലയ്ക്കുള്ള വണ്ടി വാങ്ങിയെന്നാണ് ആ മാധ്യമപ്രവർത്തകൻ വാർത്തയിലൂടെ പ്രചരിപ്പിച്ചത്. അത് തെറ്റായ വാർത്തയാണ്. അദ്ദേഹം അതോടൊപ്പം ചില രേഖകൾ മാധ്യമത്തിലൂടെ ടിവിയിലൂടെ കാണിച്ചിരുന്നു. അത് തെറ്റായ രേഖകളാണ്. അത്തരത്തിലൊരു രേഖ KSRTC-യിലില്ല. അദ്ദേഹം പറഞ്ഞ വിലയ്ക്ക് KSRTC ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വണ്ടി വാങ്ങിയിട്ടില്ല. അദ്ദേഹം ഒരു വാർത്തയിൽ പറയുന്നത്, ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ അസത്യം ചെയ്യുന്ന ആളല്ല. അഴിമതി കിടക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ രാഷ്ട്രീയ തുടക്കം മുതൽ കഴിഞ്ഞ 25 വർഷക്കാലം ഞാൻ എന്നും അഴിമതിക്കെതിരെ പോരാടിയിട്ടുണ്ട്. എൻ്റെ പോരാട്ടങ്ങൾ ശരിയാണ് എന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്. അപ്പം ഞാനൊരു മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണകാലത്ത് തെറ്റായ ഒരു നടപടി ഉണ്ടായി എന്ന് പറയുന്നത് എനിക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൽപ്പെട്ട ഘടകകക്ഷികൾക്കും ലജ്ജാകരമായ കാര്യമാണ്. ഈ വാർത്ത അസത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. അതിൻ്റെ എല്ലാ രേഖകളും നിങ്ങളെ ഞാൻ കാണിക്കാം. KSRTC ഒരിക്കൽ പോലും ഈ പറയുന്ന 29 ലക്ഷം 2 തരം വണ്ടികളാണ് KSRTC പറ്റി പറയുന്നത്. ഈ വാർത്തയിൽ കാണിക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് KL 15A 7977 എന്ന വണ്ടിയാണ്. അത് എയർ സസ്പെൻഷനോട് കൂടിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. അതോടൊപ്പം അദ്ദേഹം വാർത്തയിൽ കാണിക്കുന്ന മറ്റൊരു വണ്ടി, ആ വണ്ടി അതേ ദിവസം വാങ്ങിയെന്ന് പറഞ്ഞ് കാണിക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നു 29,82,000 രൂപയ്ക്ക് ചേസിസ് വാങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷെ തികച്ചും അത് വ്യാജമാണ്. ആ വണ്ടിയുടെ KSRTC കൊടുത്തിരിക്കുന്ന വില 21,64,000 രൂപയാണ്. അതായത് 6-7 ലക്ഷം രൂപയോളം 8 ലക്ഷം രൂപയോളം ഈ ഒരൊറ്റ വണ്ടിയിൽ ഈ വാർത്ത ചെയ്ത ലേഖകൻ കൂട്ടിക്കാണിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു രേഖയുണ്ട് TV-യിൽ കാണിക്കുന്നത്. അത് KSRTC-യുടെ ഔദ്യോഗിക രേഖയല്ല. ഈ രേഖയാണ് അദ്ദേഹം അതിൽ കാണിക്കുന്നത്. ഇത് ഔദ്യോഗിക രേഖയല്ല.
ഈ രേഖയിൽ പറയുന്നത് തെറ്റാണ്. യഥാർത്ഥ കണക്കനുസരിച്ച് ഈ വണ്ടി വാങ്ങിയിരിക്കുന്നത് 21 രൂപയ്ക്കാണ്. ഈ എയർ സസ്പെൻഷനുള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് KL 15A 2915 എന്നൊരു ബസ്സാണ് കാണിക്കുന്നത്. ആ ബസ് സ്പ്രിംഗ് സസ്പെൻഷനുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അപ്പോൾ രണ്ട് തരം വണ്ടികളാണ്. സൂപ്പർ ഫാസ്റ്റിന് വേണ്ടി വാങ്ങിയത് എയർ ബസ്സും ഫാസ്റ്റ് പാസഞ്ചറിന് വേണ്ട സ്പ്രിംഗ് സസ്പെൻഷനാണ് വാങ്ങിയത്. അതിൻ്റെ വിലയായി ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് 27,75,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വില, അതിനുവേണ്ടി KSRTC പേ ചെയ്ത പണം വെറും 20,62,000 രൂപയാണ്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് 7 ലക്ഷം രൂപയോളം കൂട്ടിക്കാണിക്കുകയും അതിലൂടെ KSRTCക്ക് 4 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഈ വാർത്തയിൽ ഈ ലേഖകൻ പ്രചരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ചില സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി കരിവാരി തേക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരി തേക്കാനും അഴിമതി നടത്തിയെന്ന് വരുത്തി തീർക്കാനും ഒരു ശ്രമം വൻതോതിൽ നടത്തുകയും അതിൻ്റെ പേരിൽ എനിക്കെന്തോ കാറ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അത്തരത്തിലൊരു വ്യാജ പ്രചരണം ഒരു അറിയപ്പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിലൂടെ ഒരു ലേഖനം ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് അദ്ദേഹം TV യിൽ കാണിച്ച സ്ക്രീൻഷോട്ടിൻ്റെ ഇതാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് 27 ലക്ഷം രൂപയ്ക്ക്. ഇതെല്ലാം വ്യാജമാണ്. ഈ എഴുതി കാണിച്ചിരിക്കുന്ന ഈ കണക്കുകളെല്ലാം 27 ലക്ഷം രൂപ, 20,74,000 രൂപ, 593 രൂപ, 14 എണ്ണം ബസ്സുകളുടെ എണ്ണം. അതുപോലെ 27,98,000 രൂപയ്ക്ക് 30 ബസ്, 29 ലക്ഷം രൂപ, 30 ലക്ഷം രൂപയ്ക്കൊന്നും KSRTC വണ്ടി വാങ്ങിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഫിഗറില്ല. KSRTCയിൽ അങ്ങനെ ഫിഗറില്ല, അങ്ങനെ കൊടുത്തിട്ടുമില്ല. അത് എല്ലാവരും അത് വ്യക്തമായി മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായി വാങ്ങിയിരിക്കുന്ന വില എന്ന് പറയുന്നത് KSRTC അതിനുശേഷം വാങ്ങിയ വണ്ടി 60 വണ്ടികൾ ആദ്യം വാങ്ങി. അപ്പോൾ GST 28%. അപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തികളും കാറ് വാങ്ങിക്കുമ്പോൾ അറിയാം 28% കേന്ദ്ര GST. ആ GSTയിൽ പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത മാസങ്ങൾ കഴിഞ്ഞ് ഒരു കുറവ് വരുത്തി അത് 28% എന്നുള്ളത് 18% കുറഞ്ഞു. അതിൻ്റേതായ ലാഭമുണ്ട്. അപ്പോൾ ആ GST ഇനത്തിൽ 28% GST ഉയർന്ന സമയത്ത് 23,47,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്, ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് വാങ്ങിയത്. 18% GST കുറഞ്ഞപ്പോൾ അതേ വണ്ടിക്ക് 21,64,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ തുടങ്ങി. ഒരേ വണ്ടിയാണ്. പക്ഷേ എന്ത് പറ്റി? ആദ്യം 60 വണ്ടി വാങ്ങിച്ചു, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് 60 വണ്ടി വാങ്ങിച്ചതുകൊണ്ട് രണ്ടാം ഘട്ടം വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ കോൾ അടിച്ചു. അതിലൂടെ മാത്രം KSRTCക്ക് ഇദ്ദേഹം 4 കോടി നഷ്ടമെന്ന് പറയുന്നിടത്ത് 3 കോടി രൂപ ലാഭം ഉണ്ടായി. ഈ 2 ഘട്ടമായി വാങ്ങിച്ചപ്പോൾ 28% നിന്നും 18% വാങ്ങുമ്പോൾ ആ വ്യത്യാസത്തിൽ തന്നെ KSRTCക്ക് 3 കോടി രൂപ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്, നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ വ്യാജ വാർത്ത ചമയ്ക്കുകയും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്തു. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇതിനകത്ത് 3,06,07,967 രൂപ 80 പൈസ KSRTCക്ക് ഈ 2 പർച്ചേസിനിടയിൽ ലാഭമുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിയിട്ടില്ല. 29 ലക്ഷം രൂപയ്ക്കും വണ്ടി വാങ്ങിച്ചിട്ടില്ല. അത് തെറ്റാണ്. KSRTC 28% ഉള്ള സമയത്തും KSRTC വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് 23,47,458 രൂപയ്ക്കാണ്. അത് സൂപ്പർ ഫാസ്റ്റ് ബസ്, എയർ സസ്പെൻഷനുള്ള വണ്ടി. മറ്റേ വണ്ടി സ്പ്രിംഗ് ലൈറ്റ് ഉള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നു 27,74,593 രൂപയ്ക്ക് വാങ്ങിയെന്നാണ്. തെറ്റായ വാർത്തയാണ്. അന്ന് 22,37,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഈ വണ്ടി 18% GST ആയി കുറഞ്ഞപ്പോൾ ആദ്യത്തെ വണ്ടിക്ക് 21,64,063 രൂപ 36 പൈസയാണ് ബില്ല് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഓർഡിനറി ബസ്സിന് ഈ 18% കുറഞ്ഞപ്പോൾ 20,62,659 രൂപ 56 രൂപ 52 പൈസയാണ് വന്നിരിക്കുന്നത്. ഈ രണ്ടിലും വ്യത്യാസം എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിൻ്റെ പുറത്ത് ഈ GST വ്യത്യാസത്തിൽ 1,83,395 രൂപ 70 പൈസയും, ഓർഡിനറി സ്പ്രിംഗ് പ്ലേറ്റ് ഉള്ള ബസ്സിൽ ഫാസ്റ്റ് പാസഞ്ചറിൽ 1,74,801,40 ഇതാണ് വ്യത്യാസം. ആ വ്യത്യാസത്തിലൂടെ മാത്രം KSRTCക്ക് ആ പർച്ചേസിൽ 3,06,07,067 രൂപ 38 പൈസ 80 പൈസ ലാഭമുണ്ടായിട്ടുണ്ട്. ഇത് തെറ്റായ വാർത്തയാണ്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് എടുത്ത് കാണിക്കുന്നത്? അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്താ? 2 പേന, ഒന്ന് റിനോൾഡിൻ്റെ പേനയും ഒന്ന് പാർക്കറിൻ്റെ പേനയും. റിനോൾഡിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയും വെച്ചാണ് ഉദാഹരണം. ഈ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ പേന കൊടുക്കുന്നതേ അസത്യത്തിനെതിരെയും അഴിമതിക്കെതിരെയും പോരാടാനുള്ള ആയുധമായിട്ടാണ്, അല്ലാതെ ആളെ കളിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ല. എൻ്റെ പോക്കറ്റിൽ 2 പേനയുണ്ട്. 2 പേനയും മഞ്ഞ കളറാണ്. ഇത് ഡോട്ട് പെന്നാണ്, ഇതിന് വില കുറവാണ്. ഇത് ഫൗണ്ടൻ പെന്നാണ്, ഇതിന് വില കൂടുതലാണ്. ഈ പേനകൾ തമ്മിൽ 10,000-3,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്.
അന്ന് ആ ലേഖകൻ മനസ്സിലാക്കേണ്ടത് ഈ എയർ ബസ് പിന്നെ എയർ സബ്സ്റ്റേഷനുള്ള ബസ്സും ഓർഡിനറി ബസ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പേന കാണിച്ചതുകൊണ്ട് ഞാൻ പേന കാണിക്കാം. രണ്ട് മഞ്ഞ പേനയാണ്, രണ്ടിനും വില വ്യത്യാസമുണ്ട്. ഇതുമായിട്ട് 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലും ഡോട്ട് പെന്നിനും വില കുറവുമാണ്. അപ്പോൾ റിനോൾഡിൻ്റെ പേനയും പാർക്കറുടെ പേനയും കൂടെ കാണിച്ച് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അത് നല്ലതല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പേന എടുത്ത് കാണിച്ചാണ് ഉദാഹരണം, പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി, സാധാരണക്കാരായ പ്രേക്ഷകരെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു പേന എടുത്ത് പേന എടുത്ത് തന്നെ ഞാനും ഉദാഹരണം പറഞ്ഞു. പേന രണ്ട് പേനയും തമ്മിലുള്ള വില വ്യത്യാസമാണ്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വ്യാജ വാർത്തകൾ കൊടുക്കുക. ഈ രേഖ ഇത് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കണം. വിജിലൻസോ CBI ആര് വേണോ അന്വേഷിക്കണം. കാരണം ഈ വ്യാജരേഖ ചമച്ചത്, ഈ ലേഖകൻ ചമച്ച ഈ വ്യാജരേഖ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയാം. ഇത് KSRTC പേപ്പറല്ല, KSRTC കണക്കല്ല. ഇത് ചമച്ചു കൊടുത്ത ഉദ്യോഗസ്ഥനാര് എന്നെങ്കിലും ഈ ലേഖകൻ പുറത്ത് വെളിപ്പെടുത്തണം. കാരണം തന്നെ പറ്റിച്ചത് ആരാണെന്ന സത്യസന്ധത പ്രകടിപ്പിക്കാനുള്ള ഒരു ധാർമ്മിക മൂല്യം ഈ ലേഖകൻ കാണിക്കണം. അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികതയല്ല. കാരണം അദ്ദേഹത്തെ കബളിച്ചാണെങ്കിൽ അദ്ദേഹം അത് പറയണം, എന്നെ ഇന്ന ആൾ കബളിപ്പിച്ചതാണ്, ഇന്ന രീതിയിൽ രേഖ ഇന്നയാൾ തന്നു എന്ന് അറിയിക്കണം. മാത്രമല്ല ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. CBI വരുന്ന അന്വേഷിക്കുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെയും കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നതല്ല, എൻ്റെ ഗതികേട് എനിക്കില്ല. ഞാൻ സിനിമയിൽ അഭിനയിച്ച് ജീവിച്ചവനാണ്. എൻ്റെ വീട്ടിൽ ഇച്ചിരി സാമ്പത്തികമുള്ളവനാണ്. എനിക്ക് ജീവിക്കാനുണ്ട്. കുറേ സോഷ്യൽ മീഡിയക്കാരെ ഇറക്കാൻ ഇത് പറഞ്ഞ് അവരെ ഇളക്കി വിട്ട് മറ്റു മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല. അവരെ ഇളക്കി വിട്ടിട്ട് അവരെന്ത് അനാവശ്യവും പറയാം. സോഷ്യൽ മീഡിയയിൽ അനാവശ്യം പറഞ്ഞവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും തന്നെ സമീപിക്കും. ഇതിലൊരു അന്വേഷണം വേണം. ഈ ലേഖകന് ഇതെവിടെ നിന്ന് കിട്ടി? വാങ്ങാത്ത വില, KSRTC ഒരിക്കലും വാങ്ങാത്ത വില, ഒരിക്കലും കൊടുക്കാത്ത വില. ആ വിലയ്ക്ക് ഒരു കള്ളക്കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ആ ലേഖകൻ ജനങ്ങളോട് പറയണം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയണം. ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത്. എന്നെ സംബന്ധിച്ച് എന്നെക്കുറിച്ച് പറയുന്ന വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുന്ന ആളല്ല. പക്ഷേ ഇത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കളങ്കം ചാർത്തുന്ന ഒരു കാര്യമായതുകൊണ്ടും രാഷ്ട്രീയപരമായി ഇത് കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് അഴിമതി നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇത് മാത്രമല്ല, ബസ് വാങ്ങുമ്പോൾ അത് വാങ്ങുന്നത് KSRTC ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ബസ് വാങ്ങാനുള്ള ഓർഡർ കൊടുക്കുന്നത്. അറിഞ്ഞു തുടങ്ങി പറഞ്ഞു തന്നവരോട് ചോദിക്കുക. KSRTC ബോർഡ് യോഗത്തിൽ മന്ത്രിക്ക് ഒരു കാര്യവുമില്ല. KSRTC CMD, ഫൈനാൻസ് ഓഫീസർ, അഡീഷണൽ സെക്രട്ടറി ഫൈനാൻസ്, പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് KSRTC ബോർഡ്. ആ ബോർഡാണ് ഇത്ര വണ്ടി വാങ്ങണം. പിന്നെ KSRTCയിൽ ടെൻഡർ വിളിക്കാതെ വണ്ടി വാങ്ങാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും വാങ്ങാൻ പറ്റില്ല. ടെൻഡർ വിളിക്കണം. ഒരു വണ്ടിയെ വാങ്ങുന്നുള്ളെങ്കിലും ടെൻഡർ വിളിക്കണം. അല്ലെങ്കിൽ കാറോ മറ്റുമാണ് ജീപ്പാണോ വാങ്ങുന്നതെങ്കിൽ അവർക്ക് സർക്കാർ ഉത്തരവ് പറയാൻ ജമ്മിൽ കയറി വാങ്ങാം, ടാക്സ് ഇല്ലാതെ ജമ്മിൽ കയറി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വാങ്ങുന്ന പോലെ KSRTC വാങ്ങും. പക്ഷേ ടെൻഡർ വിളിക്കാതെ KSRTCക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. ടെൻഡർ വിളിച്ച് അത് ലോവസ്റ്റ് ടെൻഡറായി വന്നതിന് ശേഷം അവരൊരു നെഗോസിയേഷനുണ്ട്. ഇനി എന്ത് കുറയ്ക്കും? ആ നെഗോസിയേഷൻ കഴിഞ്ഞ് പൈസ കുറഞ്ഞതിന് ശേഷം മാത്രമേ KSRTC വണ്ടി പർച്ചേസ് ചെയ്യും. ഈ പർച്ചേസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് KSRTCയുടെ CMDO ഉദ്യോഗസ്ഥരല്ല കൊടുക്കുന്നത്, KSRTCയുടെ ഡയറക്ടർ ബോർഡാണ് കൊടുക്കുന്നത്. ആ ഡയറക്ടർ ബോർഡിൽ ഇത്ര വ്യക്തികളുണ്ട്. ഇവരെ എല്ലാം കബളിപ്പിച്ചിട്ട് കൂടിയ വിലയ്ക്ക് വണ്ടി വാങ്ങാൻ പറ്റില്ല. ഇന്ത്യയിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് KSRTCക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, തമിഴ്നാട് ട്രാൻസ്പോർട്ടിനും അങ്ങനെയാണ്, വില കുറച്ചാണ് വണ്ടി കിട്ടുന്നത്. കാരണം ഇവർ വാങ്ങുന്നത് 1-2 വണ്ടിയല്ല, 60 വണ്ടി, 200 വണ്ടി. ഇപ്പം 100 വണ്ടി, ഉദാഹരണം പറഞ്ഞാൽ 100 വണ്ടിക്ക് ഒരു ടെൻഡർ വിളിക്കാൻ 15 വണ്ടിയും കൂടി ആ വിലയ്ക്ക് വാങ്ങാം. 15%. അത് കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ വിളിച്ച് പറ്റും. അപ്പോൾ 100 വണ്ടിക്ക് ടെൻഡർ ചെയ്താൽ വേണമെങ്കിൽ 115 വണ്ടി വാങ്ങാം. അതിൽ കൂടുതൽ വണ്ടി വാങ്ങണമെങ്കിൽ വീണ്ടും ടെൻഡർ ചെയ്യണം. ടെൻഡറിൽ ആരാണോ ലോവസ്റ്റ് വരുന്നത് അവർക്ക് മാത്രമേ ടെൻഡർ കൊടുക്കാൻ പറ്റൂ. പിന്നെ ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ പറഞ്ഞ് ഞാനൊരു വണ്ടി സംഭാവനയായിട്ട് എനിക്ക് കിട്ടിയെന്ന്. സംഭാവനയ്ക്കുള്ള മോഹമൊന്നും ഇതിനകത്തില്ല. സംഭാവന വാങ്ങിക്കുന്ന ആളുമല്ല. ഞാനൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടാറ്റ സിയാറ വണ്ടി എനിക്കാണ് തന്നത്. ഞാൻ കാശ് കൊടുത്താണ് വാങ്ങിച്ചത്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ കടലാസാണ്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയും ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ബാങ്കിലെ കമ്പനിക്ക് പൈസ കൊടുക്കുകയും ചെയ്തതിൻ്റെ രേഖയാണ് കാണുന്നത്. ഗണേഷ് കുമാറിന് അത്രയും ഗതികേടൊന്നും വന്നില്ല. ആ ഗതികേട് വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പ് രാഷ്ട്രീയം മതിയാക്കിയാണ്. ഇനി രാഷ്ട്രീയം മതിയാക്കത്തില്ല. കാരണം അഴിമതി നടത്തി ജീവിക്കേണ്ട ഗതികേട് വരുന്ന ദിവസം രാഷ്ട്രീയം മതിയാക്കുമെന്ന് 20 കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റവുമില്ല.
എനിക്ക് കാറ് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കാശ് ഞാൻ അധ്വാനിച്ച് സിനിമ അഭിനയിച്ച് ജീവിക്കാൻ എനിക്ക് വേറെ വരുമാനമുള്ള ആളാണ്, ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ രേഖകളാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, നിങ്ങൾ പരിശോധിച്ചു. ഞാൻ ലോണും എടുത്തിട്ടുണ്ട്. എനിക്ക് ആ കമ്പനിക്കാർ ഒരു സാധാരണ ഒരു വണ്ടി വാങ്ങിച്ചാൽ, ഒരു മാരുതി കാർ വാങ്ങിച്ചാൽ അവർ മാറ്റെങ്കിലും ഇട്ട് തരും. എനിക്ക് ആ മാറ്റം പോലും ഇട്ട് തന്നില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നതുമില്ല. ഒരു ഡിസ്കൗണ്ടും, വണ്ടിക്ക് ഒരു ഡിസ്കൗണ്ട് തന്നിട്ടില്ല. കാരണം ഇപ്പോൾ നിങ്ങളെല്ലാം കാർ വാങ്ങിക്കാൻ പോയാൽ, ഒരു ബൈക്ക് വാങ്ങിക്കാൻ പോയാൽ കമ്പനിക്കാരന് ഒരു 10,000 രൂപ ഡിസ്കൗണ്ടെങ്കിലും നിങ്ങൾക്ക് തരും. എനിക്ക് അതും തന്നിട്ടില്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. ഞാൻ അന്തസ്സായിട്ട് ഞാൻ താമസിക്കുന്ന വീട്, ഞാൻ താമസിക്കുന്ന ഉപയോഗിക്കുന്ന കാറ് എൻ്റേതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമില്ല. ഇതെൻ്റെയും കൂടെ ആണല്ലോ എന്ന് വേറെ ആൾ പറയുന്നത് എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും മിണ്ടാറില്ല. പക്ഷേ എൻ്റെ പാർട്ടി നേതാക്കൾക്കും ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലൊരു തെറ്റായ നടപടി നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഏതൊരു അന്വേഷണം, CBI അന്വേഷണമാണെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു പ്രശ്നം ഞാൻ നല്ല KSRTC മുഴുവൻ പരിശോധിക്കണം. ഞാൻ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിരുന്ന കാലത്ത് അവരെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് വണ്ടി വാങ്ങിച്ചാൽ കമ്മീഷൻ കിട്ടും. വണ്ടിയുടെ വില തന്നെ വളരെ തുച്ഛമാണ്. ഈ ഒരു ചേസിൻ്റെ പുറത്ത് കമ്പനി കിട്ടുന്ന മാർജിൻ തന്നെ തുച്ഛമാണ്. അതിൽ നിന്ന് ഒരു വണ്ടി 10-25 ലക്ഷം രൂപ വരെയുള്ള വണ്ടി വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ. ഇനി ഇതൊക്കെ നിർത്തുക. ഇത്തരം ചീപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തുക. ഈ പേന എടുത്ത് കാണിച്ചുള്ള പരിപാടിയും കൊണ്ടില്ല. പേന ഞാനും കാണിച്ചല്ലേ, 2 പേന. ഇത് മഷി പിടിക്കുന്ന പേന, ഇത് ഡോട്ട് പേന. ഇത് തമ്മിൽ വെച്ചാൽ റിനോൾഡിൻ്റെ ഒരു പേനയും പാർക്കറിൻ്റെ ഒരു പേനയും കൂടെ അല്ല ഞാൻ കാണിക്കുന്നത്. 1.5 രൂപ 10 രൂപയ്ക്ക് കിട്ടുന്ന റിനോൾഡിൻ്റെ പേനയും പാർക്കറിൻ്റെ പേനയോടെ കാണിച്ചു. ഈ പേനകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്തസ്സായ താരതമ്യം. പേന ഒരു ജേർണലിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അഴിമതിക്കെതിരെ, സത്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ മതേതരത്തിന് വേണ്ടി പോരാടാനാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വ്യാജ വാർത്ത ഉണ്ടാക്കുമ്പോൾ ഇതെടുത്ത് ഉദാഹരണം കാണിക്കാനല്ല പേനയ്ക്ക് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. ഏത് രേഖകളും പരിശോധിക്കാം. നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം KSRTCയിൽ അപേക്ഷിക്കാം. ഓരോ മാധ്യമ സുഹൃത്തുക്കൾക്കും പൊതുജനങ്ങൾക്കും ഇതുപോലൊരു രേഖ, ഈ ലേഖനം കിട്ടിയ ഒരു രേഖ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. KSRTC ഒരിക്കൽ പോലും വാങ്ങാത്ത വില 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഒരു വണ്ടിയുടെ ചേസിൻ്റെ പുറത്ത് വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് കേരളത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മാധ്യമത്തിന് അവിടുത്തെ എഡിറ്റർമാരെയും തെറ്റിദ്ധരിപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ചാനലിന് ചീത്തപ്പേരുണ്ടാവും. നമ്മൾ അത് പറയുന്ന ആൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഇടുന്നതിന് മുമ്പ് എഡിറ്റർമാരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ഇതിനകത്ത് വല്ല മാസ്റ്റർ വേറെ ഒരു ചാനലും എടുത്തില്ല. കുറച്ച് സോഷ്യൽ മീഡിയക്കാരെടുത്ത്. അതെന്താ? രാഷ്ട്രീയ വിരോധം. ഞാനെന്താ തോറ്റിട്ടങ്ങ് ഓടിപ്പോകുന്നതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ എല്ലാ മഹാന്മാരും, ഇന്ദിരാഗാന്ധി വരെ തോറ്റിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് രാഷ്ട്രീയപരമായിട്ടല്ല, വർഗീയ ശക്തികളുമായി UDF ഉണ്ടാക്കിയ അവിശുദ്ധമായ ഡീലിൻ്റെ ഭാഗമാണ്. ഇവിടെ UDFും LDFും തമ്മിൽ ഡീൽ ചെയ്തു, LDFും BJPയും തമ്മിൽ ഡീൽ ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥ ഡീൽ നടന്നത് കോൺഗ്രസും UDFും BJPയും തമ്മിലായിരുന്നു. പത്തനാപുരം നിയമനത്തിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റത് 14,000 വോട്ടിന്. അന്ന് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം 8,000 വോട്ടിന് ജയിച്ചു. അത്ഭുതപ്പെടാനില്ല. ഇത് കണക്കാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കണക്കാണ്. കാരണം ഡീല് നടന്നത് BJPയും UDFും തമ്മിലാണ്. കഴക്കൂട്ടത്ത് നടന്ന ഡീല്, നേമത്ത് നടന്ന ഡീല്, അവിടെയെല്ലാം LDF 2ാം സ്ഥാനത്തുണ്ട്. ചാത്തന്നൂർ നടന്ന ഡീല്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കൊടുക്കുമ്പോൾ തന്നെ പരാജയം കോൺഗ്രസ് സമ്മതിച്ചിട്ടാണ് ഡീൽ നടത്തിയത്. പത്തനാപുരത്തെ ഡീല് വളരെ വ്യക്തമാണ്. പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിൽ 2021 LDFന് 14,336 ലീഡുണ്ടായിരുന്നു. അന്ന് BJP നേടിയത് 12,398 വോട്ടാണ് 2021. 2024 തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ച ഇലക്ഷനിൽ BJP നേടിയത് 17,261 വോട്ടാണ്. അന്ന് BDJS സ്ഥാനാർത്ഥിയാണ്, അതായത് BJPയുടെ ഘടകകക്ഷിയായ BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അന്ന് അദ്ദേഹം നേടിയത് 17,261 വോട്ടാണ്. പക്ഷേ 2026 അസംബ്ലി ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിക്ക് 60,000 വോട്ടുണ്ട്. എന്നെ വിശ്വസിച്ചവർ 60,000 പേരുണ്ട്. പക്ഷേ BJPക്ക് അവിടെ കിട്ടിയ വോട്ട്, ഭീമൻ രഘു മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് BJP സ്ഥാനാർത്ഥിയായിട്ട്, താമര ചിഹ്നത്തിൽ. ഇപ്പം മത്സരിച്ചത് 2020യുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് 7,031 വോട്ട്. 7,031 വോട്ടാണ് BJP കിട്ടിയത്. ഇപ്പോൾ എവിടെ പോയി ഈ വോട്ടെല്ലാം? 17,261 വോട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടിയ BDJS സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിയല്ല, താമരയല്ല ചിഹ്നം. അതിനു മുമ്പ് താമരയാണ്. 2021 അസംബ്ലി ഇലക്ഷനിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി കിട്ടിയത് 12,398
398 വോട്ട്. ഈ 12,398 വോട്ട് അല്ലെങ്കിൽ ഭീമൻ ലുക്ക് പിടിച്ച 14,000 വോട്ട് പിടിച്ചിരുന്നുവെങ്കിൽ ഞാൻ ജയിച്ചേനെ. ധാരാളം വോട്ടാണ്. എവിടെ പോയി? 7,031 വോട്ട് ഫുള്ളു BJP സ്ഥാനാർത്ഥിക്ക് പത്തനാപുരത്ത്. കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ടാണ് BJP പത്തനാപുരം നിയമത്തിൽ പിടിച്ചിരിക്കുന്നത്. അതെവിടെ പോയി? അത് 7,031 എങ്ങനെ വന്നു? ഡീലാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഡീലാണ്. ഞാൻ തോറ്റത് മതേതര വിശ്വാസികളോട് നിന്നുകൊണ്ടാണ്, ഞാൻ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ്. ഞാൻ ഹിന്ദു വിരോധിയാണെന്ന് പ്രചരിപ്പിച്ച് BJPയുടെ വോട്ട് മറിച്ച് കൊടുത്തിട്ടാണ് എന്നെ തോൽപ്പിച്ചത്. അതുകൊണ്ട് അതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നില്ല, അത് വിജയമായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ പാർട്ടിയും ഞാനും എൻ്റെ മുന്നണിയും സ്വീകരിച്ചിട്ടുള്ള മതേതര നിലപാട്, മതന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന മതേതര നിലപാട്, ആ നിലപാടിൻ്റെ പേരിൽ തോറ്റെങ്കിൽ അതൊരു വിജയമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തോൽവി ഒരു വോട്ടിനായാലും തോൽവി തന്നെ, പക്ഷേ അതൊരു വിജയമാണ്, ധാർമ്മികമായ വിജയമാണ്. കാരണം അതിനകത്ത് മതേതര നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് BJP എനിക്കെതിരെ, വർഗീയ ശക്തികൾ എനിക്കെതിരെ വോട്ട് മറിച്ച് കൊടുക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്തു. കാരണം ഒരു ഉദാഹരണം പറയാം, പട്ടാഴി ബ്ലോക്ക് പഞ്ചായത്തിലെ 8 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു വാർഡിൽ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ പഞ്ചായത്തിൽ നേടിയത് 2,500 വോട്ടാണ്. ഒരു സ്ഥലത്ത് ആ പഞ്ചായത്തിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട്, ആ ബ്ലോക്ക് പഞ്ചായത്തിലാണ് 2,500 വോട്ട് പിടിച്ചത്. 14 വാർഡുകളുള്ള ആ പഞ്ചായത്തിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ BJP പിടിച്ചത് 300 വോട്ടാണ്. മൊത്തം പഞ്ചായത്തിൽ 300 വോട്ടേ ഉള്ളൂ. BJPയിൽ അടിയടക്കാണ്. BJP വോട്ട് കച്ചവടം നടത്തി. രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യം അന്വേഷിക്കണം. കാരണം കാശ് കൊടുത്താൽ കൊടുക്കുന്നതാണ് BJPയുടെ വോട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പണം കൊടുത്തിട്ട് 5 നേതാക്കൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് വിലയ്ക്ക് വാങ്ങായിരുന്നു വോട്ട്. ഇത് വളരെ വ്യക്തമാണ് ഈ കണക്ക്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് എടുത്ത കണക്കാണ് ഞാൻ പറയുന്നത്. വെറും 7,031 വോട്ടിലേക്ക് BJP താന്നു പോകണമെങ്കിൽ ഇത് ഡീലാണ്. UDFും BJP തമ്മിൽ ഡീലുണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അല്ലാതെ ഞാൻ ജനങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? പട്ടാഴി വടക്കേര 4 വാർഡിൽ, പട്ടാഴി വടക്കേര എന്ന പഞ്ചായത്തിൽ 4 വാർഡിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ വാർഡ് മെമ്പർമാരുണ്ട് 4 പേര്. അവിടെ 300 താഴെ വോട്ടാണ് BJPക്കുള്ളത് ഈ ഇലക്ഷൻ. ഒരു വാർഡിൽ 300 വോട്ടിന് ജയിച്ചിട്ട് 40 വോട്ട് കിട്ടി. അതെ, 300 വോട്ടിന് ജയിച്ച വാർഡിൽ BJP സ്ഥാനാർത്ഥി 300 വോട്ടിന് ജയിച്ച വാർഡിൽ BJP മണ്ഡലം പ്രസിഡന്റിന്റെ ബൂത്തിൽ 21 വോട്ട് ഡിവിഷൻ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എടുക്കാം. വെട്ടിക്കാല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJP നേടിയത് 5,776 വോട്ടാണ്. തലവൂർ ഡിവിഷനിൽ 6,723 വോട്ടാണ്. എത്രയായി? ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ് BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച ആൾ. പത്തനാപുരം ഡിവിഷനിൽ 7,332 വോട്ട്, 19,881 വോട്ട്. 3 പഞ്ചായത്ത് 3 ഡിവിഷനിലായിട്ട് 20,000 വോട്ട് BJP പിടിച്ചെടുത്ത് BJP 7,000 വോട്ടേ ഉള്ളൂ എന്ന് പറയുമ്പം അതെങ്ങോട്ട് പോയി, ആര് വാങ്ങിച്ചു, ആർക്ക് കൊടുത്തു, ആരെ ജയിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തോറ്റു എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്, പക്ഷേ ധാർമ്മികമായി തോറ്റിട്ടില്ല. കാരണം മതേതര നിലപാടെടുത്തതുകൊണ്ട് ഗണേഷ് കുമാർ ഒരു ഹിന്ദു വിരോധിയാണെന്ന് പ്രചരിപ്പിച്ച് ഗണേഷ് കുമാറിനെ എതിരെ വോട്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ പത്തനാപുരത്ത് കോൺഗ്രസ് BJP MLA ഉള്ളത്. UDF BJP MLA ആണ്. പഴയ പറയുന്ന ഇതുണ്ടല്ലോ, മറ്റേ കോലീബി സഖ്യം എന്ന് പറയുന്നത്, ആ സഖ്യത്തിൻ്റെ MLA ആണ് ഇപ്പോൾ പത്തനാപുരത്ത്. BJPക്ക് സന്തോഷിക്കാം, BJPക്ക് 3 MLA അല്ല 4 MLA ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ നിരത്തിയത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ കണക്കാണ്. പൊട്ടക്കണക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്നല്ല, ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് എടുത്ത കണക്കാണ്. നിങ്ങൾക്കും പരിശോധിക്കാം, അതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ തരാം, പരിശോധിച്ചു. ഇതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയം ഇതാണ്. ഓ ആ അതെ, അത് നിങ്ങൾ എവിടെ കണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരത്തില്ല. KSRTC എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരു കാരണത്തിന് ബില്ല് എഴുതി തരും. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നല്ല. നിങ്ങൾ KSRTCയുടെ കണക്കുണ്ടോ? KSRTC വിവരാവകാശ രേഖയുണ്ടോ? KSRTC ആ സ്പ്രിംഗ് പ്ലേറ്റുള്ള ബില്ല് കാണിക്കും. ബില്ല് കാണും. ബില്ല് കാണും. നിങ്ങൾ KSRTCയുടെ ബില്ല് കാണിക്കണം. നിങ്ങൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. KSRTCയുടെ ബില്ല് കാണിക്കൂ. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിയിട്ടില്ല. ഈ പരിവാഹൻ സൈറ്റിൽ നിന്ന് എടുത്ത് വാർത്തയെന്ന് ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. വേറെ പരിവാഹൻ സൈറ്റിൽ നിന്നാണ് കിട്ടിയത് നിങ്ങളിപ്പോൾ പറയുന്നു. KSRTCയുടെ രേഖയായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് കൊണ്ട് കാണിച്ചിരിക്കുന്നത് KSRTCയുടെ രേഖയായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്.
ആ പരിവാഹൻ സൈറ്റിലാണത്. ഇത് പരിവാഹൻ സൈറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ഇത് പരിവാഹൻ സൈറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ആ ആ KSRTC ആ വിലയ്ക്ക് അല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയെന്ന ബില്ല് കാണിക്കുമ്പോൾ നിങ്ങളെങ്ങനെ അറിയാം? ആ അതെന്തോ 4 വില? ആ അങ്ങനെ ഒരു വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല KSRTC. അങ്ങനെ വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിച്ചിട്ടില്ല. അതെങ്ങനെ അവരോട് ചോദിക്കും? KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. KSRTC ഈ വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. CBI വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പരിവാഹൻ സൈറ്റിലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ്, അവിടെ അന്വേഷിക്കാം. KSRTC അല്ല, ഡീലർ, അത് ഡീലറോട് ചോദിക്കും. KSRTCക്ക് തന്ന ബില്ല് മന്ത്രിയാണോ വണ്ടി വാങ്ങിക്കുന്നത്? അല്ലല്ലോ, അതും ചോദിക്കാമല്ലോ. മന്ത്രി അല്ലല്ലോ വണ്ടി വാങ്ങിക്കുന്നത്. മന്ത്രി പറയുന്നത് വെച്ചാൽ മന്ത്രിയാണ് അപമാനിക്കുന്നത്. നിങ്ങൾ മന്ത്രിയാണ് അപമാനിക്കുന്നത്. ആണാണ് നിങ്ങളുടെ വാർത്തയെ പിന്തുടർന്ന് നിങ്ങൾ മാത്രം മാതൃഭൂമി മാത്രം കൊടുത്തൊരു വാർത്തയെ പിന്തുടർന്ന് കുറേ സോഷ്യൽ മീഡിയക്കാർ മന്ത്രിയാണ് അപമാനിക്കുന്നത്. അപ്പം മന്ത്രി അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഈ മന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ല. അത് പറയാത്തെന്താ? ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചല്ലോ നിങ്ങൾ. ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം മന്ത്രിക്ക് ഇതിൽ പങ്ക് വരത്തില്ല. ഇപ്പോഴത്തെ മന്ത്രിക്ക് അറിയാം. കാരണം വണ്ടി വാങ്ങുന്നതിൽ പരിവാഹൻ സൈറ്റിലുള്ള അത് പറയണം. പരിവാഹൻ സൈറ്റിൽ നിങ്ങൾ വാർത്തയിൽ എവിടെയെങ്കിലും പരിവാഹൻ സൈറ്റിൽ ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നുണ്ടോ? അല്ല, ഇത് KSRTCയുടെ രേഖ കണ്ടാൽ മതി. കാരണം KSRTCയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ KSRTCയാണ് പൈസ കൊടുക്കുന്നത്, മോട്ടോർ വാഹന വകുപ്പുള്ള. KSRTC പൈസ കൊടുത്തത് മാത്രം KSRTC പൈസ കൊടുത്താലും പറഞ്ഞു. ഞാൻ KSRTCയുടെ മന്ത്രിയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പുള്ളല്ലേ വണ്ടി വാങ്ങിച്ചത്? KSRTCയാണ് വാങ്ങിച്ചത്. KSRTCയുടെ CMDയുടെ ഉത്തരവാദിത്തത്തിൽ KSRTCയാണ് വണ്ടി വാങ്ങിച്ചത്. അതിൽ ക്രമക്കേടുണ്ടോയെന്ന് ചോദിച്ചു. ആ കൊണ്ടുപോകാം, അത് പ്രസിദ്ധീകരിക്കും. അപ്പം അതിൻ്റെ മറുപടി പറയാം. അത് പ്രസിദ്ധീകരിക്കും. അതിൻ്റെ മറുപടി പറയാം. KSRTCയിൽ ഈ പറയുന്ന 29 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങിച്ചതിൻ്റെ രേഖയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വിജിലൻസ് വേണ്ട. കാരണം ഇന്ത്യയിൽ മുഴുവനൊരു കമ്പനിയല്ലേ. CBIക്ക് ഇവിടെ അന്വേഷിക്കാം. ഞാൻ നേരിടാം. ഞാൻ KSRTC ജീവനക്കാരെ നേരിടും. KSRTC ഉദ്യോഗസ്ഥന്മാർ KSRTCയുടെ വിവരാശപ്രകാരം ചിലവുണ്ടോ? KSRTC വിവരാശപ്രകാരം കൂടി ചിലവുണ്ടോ? ഞാൻ അവിടെ സൈറ്റിൽ കയറിയപ്പോൾ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും വാഹന സൈറ്റിൽ തെറ്റായിട്ടാണ് കിടക്കുന്നത്. അത് ശരിയാവണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ KSRTC ഓഫീസിൽ നിന്നും CMDയുടെ ഓഫീസിൽ നിന്ന് ഈ പർച്ചേസിനെ സംബന്ധിച്ച് വിവരാവകാശ രേഖ ഉണ്ടോ? പരിവാഹൻ സൈറ്റ് എല്ലാ വിവരവും കറക്റ്റൊന്നുമല്ല. മാതൃഭൂമി എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു വണ്ടി അല്ല, ഏഷ്യാനെറ്റ് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു ബൈക്ക് കൊണ്ടുവന്നു. ആ ബൈക്കിന് 150 ഫൈൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയായ രേഖയാണോ? അത് ഏഷ്യാനെറ്റിൻ്റെ ലേഖൻ എന്നെ വന്ന് എൻ്റെ ഇലക്ഷൻ സമയത്ത് ഒരു ഇൻ്റർവ്യൂ എടുത്തു ബൈക്കിൽ കയറിയിട്ട്. അപ്പോൾ മന്ത്രി ഓടിച്ച ബൈക്ക് 24 ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ലേഖൻ്റെ. അപ്പോൾ അത് കറക്റ്റാണോ? ബില്ല് നിങ്ങൾ ചോദിച്ചാൽ കിട്ടുമല്ലോ, ആര് വിളിച്ചാലും കിട്ടും. ഞാൻ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബില്ലിൻ്റെ KSRTC കിട്ടിയ അങ്ങനെ തർക്കിക്കണ്ട. KSRTC കിട്ടിയ വിലയും KSRTC കൊടുത്ത വിലയും അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയ എവിടെ നിന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആർക്കും പറയാമല്ലോ. ഞാൻ അറിഞ്ഞു. പിന്നെ പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലേ ഇത്? പബ്ലിക് ഡോക്യുമെൻ്റാണ് ഇത്. പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല, അതൊന്നും നടക്കത്തില്ല. KSRTC ടെൻഡർ അനിയാ പറയുന്നത്. KSRTC ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡറിൽ പറഞ്ഞ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു. ടെൻഡർ ഫിക്സ് ചെയ്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് കിട്ടും. ഒരുമിച്ച് ഓർഡർ കൊടുക്കാത്തതുകൊണ്ട് രണ്ടാമത് GSTയിൽ വന്ന കുറവുണ്ട്. ഇല്ല, അതൊന്നുമില്ല. അങ്ങനെയൊന്നും വരത്തില്ല. അതുവരെ GST വന്നപ്പോൾ വില കുറഞ്ഞു. KSRTCയുടെ നിങ്ങൾ ഉണ്ടാക്കിയ രേഖയിൽ ഇതെല്ലാം പല രേഖ. KSRTCക്ക് ഒരു ടെൻഡറേ ഉള്ളൂ. ഇത്ര രൂപയ്ക്ക് വണ്ടി തരാം എന്ന് പറഞ്ഞാൽ GSTയുടെ കുറവ് ഗുണം കിട്ടി. 3 കോടി രൂപ ലാഭം കിട്ടി. അതൊന്നുമില്ല. വണ്ടി അവരവിടെ ഡെലിവറി ചെയ്യുന്ന കണക്ക് ബില്ല് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ചേസസ് എടുത്ത് ബോഡി ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പം ബോഡി കൊടുക്കുന്ന സ്ഥലത്തേക്ക് അവർ കൊടുക്കുന്ന പ്രൈസാണ് വരുന്നത്. അത് വില വേരിയേഷൻ വന്നാലും നമുക്ക് അൾട്ടിമേറ്റ്ലി വില വേരിയേഷൻ വരില്ല. കാരണം ഇത്ര രൂപയ്ക്ക് 23 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞാൽ KSRTC 21 ലക്ഷം രൂപ വണ്ടി തരും. അതറിഞ്ഞൂടാ. അത് ഞാൻ കണ്ടില്ല. പരിവാഹനെ കുറിച്ച് ഇപ്പോഴല്ലേ പറയും. നിങ്ങളെല്ലാവരും ഇപ്പോഴല്ലേ അറിയും. നമ്മളെല്ലാവരും ഇപ്പോഴും അറിയുന്നത്. പരിവാഹനിൽ അവർ കണ്ടു എന്ന് പറയുന്നതല്ല, ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് KSRTCയുടെ ഡേറ്റ മാത്രമേ അറിയൂ. KSRTCയിൽ
എന്ത് വിലയ്ക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചു. അവർ കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ ഇതിന് കമ്മീഷൻ അടിച്ച് ജീവിക്കേണ്ട ഗതിയൊന്നും എനിക്കില്ല, അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പണം കൊടുത്ത് വാങ്ങിച്ചാണ്, ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ചാണ്. പരിവാഹൻ എന്ന വാർത്തയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്വേഷിച്ചേനെ. തീർച്ചയായിട്ടും അത് പഠിക്കാം. കാരണം പരിവാഹനിൽ എന്താ വരാൻ കാരണം ഞാൻ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാം, ട്രാൻസ്പോർട്ട് കമ്മീഷനോട് സംസാരിക്കാം, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പരിശോധിക്കണം. പക്ഷേ ബില്ലില്ലാത്തൊരു കാര്യം എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഓരോ ദിവസം ഓരോ വിലയൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയുന്നത്. കാരണം വണ്ടിയുടെ ബില്ല് എഴുതുമ്പോൾ ഒരു പല വിലയ്ക്ക് എഴുതും. പക്ഷേ ഫൈനലി 24 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് KSRTC, ആ വിലയെ KSRTC കൊടുക്കും. അത് കൂടുതൽ കൊടുക്കില്ല. കാരണം KSRTCയുടെ വണ്ടി പർച്ചേസ് തീരുമാനിക്കുന്നത് ഡയറക്ടർ ബോർഡാണ്. അത് ഇത്രയും ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അജണ്ടയിൽ വെച്ച് കൊണ്ടുവരണം. അല്ല ഔട്ട് സൈഡ് അതിൻ്റെയൊന്നും പറ്റില്ല. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതിനകത്തുണ്ട്. അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ഓർഡർ കൊടുക്കത്തുള്ളൂ. 50 വണ്ടി വാങ്ങാൻ തീരുമാനിച്ചാൽ KSRTC ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം വേണം 50 വണ്ടി വാങ്ങാൻ. അതെടുത്തിട്ടേ ചെയ്തു. അല്ല അതെന്താണെന്ന് പരിശോധിക്കണം. കാരണം പരിവാഹനിൽ ഞങ്ങൾ കയറി നോക്കാറില്ല. കാരണം നമ്മളാരും പരിവാഹനിൽ കയറി നോക്കാറില്ല. പരിവാഹനിൽ കയറി നോക്കിയാൽ നിനക്ക് മോട്ടോർ സൈക്കിളിന് മന്ത്രി കയറിയ വണ്ടിക്കകത്ത് 100 ഫൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നിങ്ങളൊരു സുഹൃത്തിൻ്റെ വണ്ടി കയറുന്നതിന് മുമ്പേ അത് കയറി നോക്കാൻ പറ്റും. അത് പരിവാഹനിലൊക്കെ പരിശോധിക്കുന്നത് പരിവാഹനങ്ങളിൽ വന്നു എന്നുള്ള കാര്യം KSRTCക്കാർ അന്വേഷിക്കട്ടെ. അത് KSRTCയുടെ മന്ത്രി CP ജോണിനോട് ഞാൻ സംസാരിക്കാം. അതൊന്ന് പരിശോധിക്കാൻ പറയാം. അറിയണം. ആ കമ്പനിയാണ് എൻട്രി. വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനിയാണ് എൻട്രി ചെയ്തത്. കാർ വാങ്ങിച്ചാലും സ്കൂട്ടർ വാങ്ങിച്ചാലും ഒക്കെ അങ്ങനെ. ആ ഇല്ല ബില്ല് തരുന്ന പൈസ മാത്രമേ KSRTC കൊടുക്കൂ. അതെന്തിന് എൻട്രി ചെയ്തു നമുക്കറിയില്ല. അത് അവരോട് ചോദിക്കണം. അതെനിക്കറിയില്ല. അത് അവർ തെറ്റുപറ്റെങ്കിൽ അവരോട് ചോദിക്കണം. പക്ഷേ KSRTC ടെൻഡർ വിളിച്ചേ വണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു പൈസ കൂടുതൽ കൊടുത്തിട്ടില്ല. ഈ പറയുന്നത് ശരിയാണ്. KSRTC വാർത്ത തെറ്റാണ്. KSRTC എക്സ്ചക്കറിൽ എത്ര രൂപ പോയിട്ടുണ്ടോ? അതെ, അതുകൂടെ നോക്കണം. KSRTC എത്ര രൂപ ബില്ല് മാറി കൊടുത്തു. ആ വാർത്ത തെറ്റാണ്. വാർത്ത തെറ്റ് തന്നെയാണ്. അത് ആരും സംശയമില്ല. വാർത്ത തെറ്റ് തന്നെ. KSRTC ഒരേ ദിവസം 2 വിലയ്ക്ക് വണ്ടി വാങ്ങിച്ചു. സ്പ്രിംഗ് സസ്പെൻഷനുള്ള വണ്ടിക്ക് വില കുറവും മറ്റേന് കൂടുതലും തന്നെയാണ്. 2 വണ്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ വണ്ടി ഞാൻ പരിശോധിച്ചു. ആ 2 വണ്ടി, ആ വീഡിയോ കാണിച്ച വണ്ടിയുടെ ഫോട്ടോ നമ്പർ ഞാൻ പരിശോധിച്ചു. ആ ഇല്ല, അത് നിങ്ങളിത് ചോദിക്കേണ്ട ഒരു മന്ത്രിയോടല്ല. നിങ്ങൾ അങ്ങനെ അംശമുണ്ടെങ്കിൽ KSRTC CMDയോട് ചോദിക്കണം. അല്ല ഞാൻ എന്താ ചോദിക്കുന്നത്? മന്ത്രിയുടെ ചുമതലയാണോ? KSRTCയുടെ ഹെഡ് ഓഫീസിൽ നടക്കുന്ന കാര്യം മന്ത്രിയാണോ നോക്കുന്നത്? അല്ലല്ലോ. എല്ലാ ദിവസവും അവിടെ വരുന്ന ബില്ലെല്ലാം പിന്നെ മന്ത്രിയാണോ നോക്കുന്നത്? വണ്ടിയുടെ എഞ്ചിൻ നമ്പർ വരെ നോക്കണം. വണ്ടിയുടെ എഞ്ചിൻ നമ്പർ എന്ന് മന്ത്രിക്ക് നോക്കാം. നിങ്ങളെ വീഡിയോ കാണിച്ചു. വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് നമ്പർ എടുത്തു. ആ നമ്പർ നോക്കിയപ്പോൾ സൂപ്പർ ഫാസ്റ്റാണ്, അത് എയർ സസ്പെൻഷനാണ്. മറ്റേ സ്പ്രിംഗ് സസ്പെൻഷനാണ്, വില കുറവാണ്. പിന്നെ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ കൊടുത്ത വിലയുടെ കാര്യം ചോദിച്ചു. ഇന്ന വിലയ്ക്കാണ് വാങ്ങിച്ചത്. ഈ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് ഒരു വണ്ടിയും KSRTC വാങ്ങിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അതിൽ കൂടുതൽ എന്താ വേണം? ഇവരാവശ്യമായിട്ട് നോക്കും. അപ്പോൾ കറക്റ്റ് അറിയാം. അവിടെ നിൽക്കട്ടെ. വാഹനമാണെങ്കിൽ വാഹനമെന്നൊക്കെ പറയണം. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന എല്ലാവരും കേൾക്കുമ്പോൾ അത് വാഹനീന്ന് ഞങ്ങൾക്ക് കിട്ടിയാന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് പറയാം. ആ വിലയൊന്നും വേണ്ട. പ്രസിദ്ധീകരിക്കുമ്പോൾ സത്യസന്ധത പറയണം. വാഹനം നിന്ന് കിട്ടിയതാണ്, നിങ്ങൾക്കും പരിശോധിക്കാം. നിങ്ങൾക്ക് പരിശോധിക്കാമെങ്കിൽ എനിക്കും പരിശോധിക്കാം. ഇവിടെ ഇരിക്കുന്ന ആർക്കും പരിശോധിക്കാം. ഏത് പബ്ലിക്കിനും പരിശോധിക്കാം. അദ്ദേഹം തന്നെ പറയുന്നു രജിസ്റ്റർ ഓണറുടെ പേരല്ല വേറെ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. വേറൊരാൾ നോക്കിയാൽ, തേർഡ് പാർട്ടി നോക്കിയാൽ ആരാണ് ഈ വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണർ എന്ന് അറിയാൻ പറ്റും. ഇല്ല, കമ്പനി എൻട്രി ചെയ്യുന്നൊന്നും കാണാൻ പറ്റത്തില്ല. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കാണാൻ പറ്റുമായിരിക്കും. എൻ്റെ അറിവിൽ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്ന ആളുടെ ഈ വണ്ടിയുടെ നമ്പർ ആരാ ഉടമസ്ഥൻ എന്നറിയാം. അവരുടെ അഡ്രസ്സ് എന്താണ്, അഡ്രസ്സ് എന്നറിയാം. അല്ലാതെ ഫൈൻ ഉണ്ടോ നോക്കണമെങ്കിൽ പോലും നിങ്ങൾ നോക്കണം. ഞാൻ എൻ്റെ വണ്ടിയുടെ ഫൈൻ ഞാൻ തന്നെ നോക്കണം. വേറെ ആൾ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എൻട്രി ചെയ്തു എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ രേഖകൾ കാണിക്കും. ഇപ്പം നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ രേഖ, നിങ്ങൾ ഈ കാണിച്ച രേഖ എവിടെ നിന്ന് കിട്ടി? അല്ല സുഹൃത്തെ, ഈ കാണിച്ചിരിക്കുന്ന ഈ രേഖ എവിടെ നിന്ന് കിട്ടി? ഈ സാധനം എവിടെ നിന്ന് കിട്ടി? ഇതിനകത്തുള്ള ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, അതാരാ തന്നെ? അല്ല ഇതാരാ തന്നെ? ഈ വക ഫോർമാറ്റൊന്നും KSRTC ഇല്ല എൻ്റെ അറിവിൽ. അതാരാ? ഇത് വാഹനിലും ഇല്ല. ഇതാരാ ചെയ്ത്? ഈ വ്യാജരേഖ ആരാ ചമച്ച് തന്നാന്ന് വെച്ചത്? ഈ വ്യാജരേഖ ചമച്ചതും കൂടി അല്ല മന്ത്രിയോട് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാം അന്വേഷണത്തിന്. അപ്പോൾ ഈ വ്യാജരേഖ ചമച്ചും കൂടെ ഒന്ന് അറിയണം. വ്യാജരേഖ ചമച്ചൂടെ പറയണം. പിന്നെ ഈ പേനയുടെ കാര്യം പറഞ്ഞു, അത് ഓർത്തോണം. പേന വെച്ചൊന്ന് ഉദാഹരണം പറഞ്ഞ് പഠിക്കരുത് കേട്ടോ. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. കൃത്യമായ രേഖയായിട്ട് വരൂ. വന്ന രേഖയ്ക്ക് മറുപടി പറഞ്ഞല്ലോ. ഹലോ, സൗജന്യയാത്ര നല്ല കാര്യമല്ലേ? എല്ലാവർക്കും കൊടുക്കണം സൗജന്യയാത്ര. ഒരു ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ, ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. പ്രകടന പത്രിക, അപ്പോൾ അവരുടെ ഗ്യാരണ്ടികൾ അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ
എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾ കൂടി പെൺകുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടിയുടെ നിന്ന് വാങ്ങാതിരിക്കുക ആൺകുട്ടിയുടെ നിന്ന് വാങ്ങുന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരെ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസം വയ്ക്കാതെ സ്കൂൾ കുട്ടികൾക്ക് പൂർണ്ണമായ കൺസെഷൻ കൊടുക്കണം. പിന്നെ ഈ സിറ്റിക്കകത്ത് ഇന്നിപ്പോൾ കണ്ടിപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ കണ്ടിരുന്നു, അതിൽ പറയുന്നത് കൂടുതലും ഫാസ്റ്റാക്കി മാറ്റിയെന്നാണ്. ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വരാൻ പാടില്ല, അതൊഴിവാക്കി പഴയ പോലെ തന്നെ എത്ര ഓർഡിനറി ഉണ്ടായിരുന്നു അത്ര ഓർഡിനറി തന്നെ കൊടുക്കണം. കാരണം അത് സ്ത്രീകളൊക്കെ വളരെ പ്രതീക്ഷയോടെ വന്നിട്ട് ഞാൻ റിപ്പോർട്ടർ ചാനൽ കണ്ടു, അവർ വളരെ വിഷമത്തോടുകൂടി പൈസ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയാം. കാരണം 60 ഫാസ്റ്റ് ആകുമ്പോൾ വേറെ അപകടം കൂടി ഉണ്ട്, കൂടുതൽ പൈസ കൊടുക്കും. അതായത് സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് സൗജന്യം എന്ന് പറയുകയും സിറ്റി ഫാസ്റ്റിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ പൈസ കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ മാറ്റിയതായിരിക്കണം, കാരണം അതിൻ്റെ വിവരാവകാശം വെച്ച് ചോദിക്കണം. കാരണം മുമ്പ് എത്ര സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നു? എൻ്റെ അറിവിൽ ഈ ഇലക്ട്രിക് ബസ്സിൽ സിറ്റി ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മുൻഗാമിയായ ശ്രീ ആന്റണി രാജു ഈ സിറ്റി ഫാസ്റ്റ് ഇലക്ട്രിക് ബസ്സിൽ മുഴുവൻ 10 രൂപയ്ക്ക് കൊടുത്തിരുന്നു ടൗണിലൂടെ പോകാനായിട്ട്. നേരത്തെ അദ്ദേഹം LDF ഗവൺമെൻറ് കാലത്ത് കൊടുത്തിരുന്നതാണ്. അപ്പോൾ അന്ന് ഇത് ഓർഡിനറി തന്നെയാണ്. എൻ്റെ അറിവിൽ ഈ ഒരു ഇലക്ട്രിക് ബസ്സുകളൊന്നും തന്നെ 150ഓളം ഇലക്ട്രിക് ബസ്സുകൾ ഓർഡിനറി ബസ് തന്നെ ആയിരുന്നു എൻ്റെ അറിവിൽ. ഇനി പിന്നിടയ്ക്ക് വെച്ച് വലിയൊരു മാറ്റം ഓർഡിനറി മാത്രമായിരുന്നു. കാരണം ആന്റണി രാജു കൊടുക്കുന്നത് ഓർഡിനറി ബസ് എന്നുള്ളതിലാണ് അദ്ദേഹം 10 രൂപയ്ക്ക് കൺസെഷൻ കൊടുത്തത്. ആയിരിക്കണം, കാരണം അങ്ങനെ മാറ്റിയതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. അങ്ങനെ മാറ്റാൻ പാടില്ല ഓർഡിനറി ബസ്സുകളുടെ എണ്ണം. കാരണം ലേഡീസ് ഏത് വണ്ടിയിൽ കയറിയാൽ ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ളതിലേക്ക് ബാധിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പുത്തരിയിൽ കല്ല് കടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കറങ്ങളാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് സിറ്റിയിൽ പോകുന്നവർക്കും. പക്ഷേ ഇതിനൊരു സാമ്പത്തികവും സാമൂഹ്യമായൊരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈവറ്റ് ബസ്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്, പക്ഷേ അപകടകരമായൊരു വാർത്തയുണ്ട്, നമ്മൾ ചിന്തിക്കണം. തിരുവനന്തപുരത്താണ് ആദ്യം ഓട്ടോറിക്ഷ ഉണ്ടാകുന്നത്, പിന്നീടാണ് കോഴിക്കോടേക്ക് വരുന്നത്. ആദ്യത്തെ ഓട്ടോറിക്ഷ തിരുവനന്തപുരത്താണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെമ്പാടും വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ടാക്സ് ഒഴിവാക്കി കൊടുക്കണം. ഓട്ടോയുടെ ഡീസൽ അടിക്കുന്ന, പെട്രോൾ അടിക്കുന്ന, ഗ്യാസ് അടിക്കുന്ന സെസ് ഗവൺമെൻറ് ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഴിവാക്കി കൊടുക്കണം. കാരണം ഓട്ടോറിക്ഷക്കാരുടെ കാര്യം വലിയ അപകടത്തിലേക്ക് പോകും. നമ്മൾ ചിന്തിക്കാത്ത പ്രൈവറ്റ് ബസ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ട, അവർ സംഘടനകൾ രംഗത്തുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഓട്ടോറിക്ഷ ഒരു തൊഴിലായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം ഒരു പ്ലാനിംഗ് ബോർഡിലെ ഒരു വിദഗ്ധനായ ആളായിരുന്നു, പ്ലാനിങ്ങിലൊക്കെ വളരെ പരിചയസമ്പത്തുള്ള ആളാണ്. അപ്പോൾ അതുകൂടി കേരളത്തിലെ പല പദ്ധതികളുടെയും പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതുകൂടി പരിശോധിക്കണം, CP ജോൺ അതുകൂടി ഒന്ന് പരിശോധിക്കണം. കാരണം സോഷ്യൽ ഇമ്പാക്റ്റ് പരിശോധിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് എന്ത് അപകടം സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് കൂടുതൽ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നത്. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്. അതെ, ഇല്ലില്ല, RSSൻ്റെ നടപടി ബാധിച്ചുള്ളൂ, NSSൻ്റെ നടപടിയൊന്നും ബാധിച്ചിട്ടില്ല. ഇല്ല, അതിലൊന്നും കാര്യമില്ല. കമ്മിറ്റിയിൽ എനിക്ക് 12 പേരെ ഭൂരിപക്ഷവും എതിരാളിക്ക് 6 പേരെ ഭൂരിപക്ഷം ഉള്ളത്. എൻ്റെ രേഖ എൻ്റെ ഇരിപ്പുണ്ട്, അത് ഞാൻ പ്രസിദ്ധീകരിക്കാം. NSSലെ ഡെമോക്രസി അത്രയേ ഉള്ളൂ. 12 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്, അവരിപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. 18 അംഗ കമ്മിറ്റിയിൽ 19 കമ്മിറ്റിയിൽ ഒരാൾ രാജിവെച്ചു, നേരത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് രാജിവെച്ചു. അതിനുശേഷം 18 പേരുണ്ട്. ആ 18 പേരിൽ 12 പേര് എന്നോടൊപ്പം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അവരെഴുതി അവരെ കൈപ്പടയിൽ ഒപ്പിട്ട നിവേദനം എൻ്റെ കയ്യിലുണ്ട്. അതെനിക്കറിയത്തില്ല, അതിൻ്റെ ആ ഡെമോക്രസി എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ജനറൽ സെക്രട്ടറിയുടെ ഒന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അത് കുഴപ്പമില്ല. അദ്ദേഹം NSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് ചെയ്യാനുള്ള അധികാരമുണ്ട്, അദ്ദേഹം ചെയ്യുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി അല്ല, അതിൻ്റെ രജിസ്ട്രാർ ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിൽ നിങ്ങളെല്ലാവരെയും കാണിക്കാം, 12 പേര് ഒറിജിനലി ഒപ്പിട്ട, ആ 12 പേരെയും എനിക്ക് ഹാജരാക്കാൻ കഴിയും. ആ 12 പേര് ഒപ്പിട്ട കടലാസ് എൻ്റെ കയ്യിലുണ്ട്. 6 പേരും 12 പേരും വരുമ്പോൾ ആരാണ് ഭൂരിപക്ഷം എന്ന് രജിസ്ട്രാർക്ക് തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയൂ, എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ ഏതായാലും 12 പേര് എന്നെ പിന്തുണയ്ക്കുന്നു എന്ന് എഴുതിയ ഒപ്പിട്ട കടലാസിൻ്റെ ഒറിജിനൽ എൻ്റെ ഇരിപ്പുണ്ട്. ഒരെണ്ണം ചങ്ങനാശ്ശേരി കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ 12 പേരും ഇപ്പോഴും വിളിച്ചാലും എൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളെ കാണാൻ, മാധ്യമങ്ങളെ കാണാൻ തയ്യാറാണ്. എന്താണ് അങ്ങനെ ഒരു ഡെമോക്രസി എന്ന് എനിക്ക് മനസ്സിലായി. ഡെമോക്രസി ആണെന്നാണ് വിഷയം, പക്ഷേ അത് കുഴപ്പമില്ല. അതിനകത്ത് എന്തും തീരുമാനിക്കാൻ NSSൽ ജനറൽ സെക്രട്ടറിക്ക് ഒരു അധികാരമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നില്ല, അതിനെ എതിർക്കുന്നുമില്ല, ചോദ്യം ചെയ്യുന്നില്ല. ഞാനിപ്പോഴും എൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്, ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യത്തില്ല ഒരിക്കലും. അതിനകത്ത് അതിൻ്റെ ആ നിയമത്തിൻ്റെ താഴെ എഴുതിയുണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. അതായത് ലൈസൻസ് എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് പുതുക്കൽ വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു.
അതിൽ കുഴപ്പമൊന്നുമില്ല, അതിൽ കുഴപ്പമില്ല. അന്നത്തെ കാലത്തെ ഉദ്യോഗസ്ഥൻ ആരാന്ന് അന്വേഷിച്ച് നടപടിയെടുക്കണം. എനിക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ ലൈസൻസ് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. എനിക്ക് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനല്ലേ പറ്റൂ, തന്ന ആളോട് ചോദിക്കണം. അല്ല, അങ്ങനെ തരാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അന്വേഷിച്ചാലേ അറിയാം. എനിക്കറിയത്തില്ല. എനിക്ക് 18 വയസ്സായിട്ടാണ് ഞാൻ എടുത്തത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ അപേക്ഷ കൊടുത്തു, എനിക്ക് കിട്ടി. പിന്നെ അന്നത്തെ ഉദ്യോഗസ്ഥൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണം. പിന്നെ ഈ ലൈസൻസിൻ്റെ നിയമത്തിൽ പറയുന്നൊരു കാര്യം അതുകൂടെ വായിക്കണം, മൊത്തം വായിക്കണം. അതിൻ്റെ താഴെ പറയുന്നുണ്ട്, ഒരു ലൈസൻസ് കൊടുത്തതിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന് കണ്ടാൽ അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം 10 വർഷം കഴിഞ്ഞ ആ ലൈസൻസ് പുതുക്കുമ്പോൾ മറ്റേ പ്രശ്നം പുതുക്കി കഴിഞ്ഞാൽ മറ്റേ പ്രശ്നം ഇല്ല എന്ന് അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാതാവും, അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ തരാം, അതിൻ്റെ ഒരു കോപ്പി തരാം. അല്ല, അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനാണോ ഈ ആർ ടി ഓഫീസിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഞാനാണോ കൈകാര്യം ചെയ്യുന്നത്? അത് MLA ആയിരുന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപേക്ഷകനാണോ ഉദ്യോഗസ്ഥനാണോ ടൈപ്പ് ചെയ്യുന്ന മെഷീൻ? നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ഈ ആർ ടി ഓഫീസിൽ ഇരുന്ന കമ്പ്യൂട്ടർ കയറാനുള്ള ചുമതലയില്ല. അവർ നടപടിയെടുത്തു, അവരെ പേര് നടപടിയെടുത്തു. അവർ MLA എന്ന് അടിച്ചു വെച്ചാൽ എൻ്റെ കുഴപ്പമാണ്. ഞാൻ MLA എന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുത്ത അപേക്ഷയിൽ MLA ഞാൻ MLA എന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവരടിച്ചപ്പോൾ അവരെ മനസ്സിൽ തോന്നി ഞാൻ അടിച്ചു അത്ര. കൊടുത്തിട്ടില്ല. തന്നെ ചെയ്തായിരിക്കും. അത് ആരടിച്ച് കയറ്റുന്ന കാര്യം എനിക്കറിയാത്തില്ല. ആപ്ലിക്കേഷനകത്ത് MLA എന്ന് എഴുതിയാൽ എന്താ കുഴപ്പം? MLA അല്ലേ? പക്ഷേ അത് MLA എന്നുള്ളത് അല്ലല്ല ലൈസൻസിനകത്ത് അല്ലല്ല. ആപ്ലിക്കേഷനിൽ MLA എന്ന് അടിച്ചില്ല. അവരടിച്ചപ്പോൾ വന്നതാണ്. അതിനകത്ത് ഒന്നും ചെയ്യാത്തില്ല. അതിനിപ്പോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, എന്നെ വണ്ടി ഓടിപ്പിക്കാതിരിക്കാൻ നോക്കണ്ട. എനിക്ക് മുഴുവൻ കേട്ടോ, എനിക്ക് ഇന്ത്യയിലെ അകത്തും പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് എൻ്റെ കയ്യിലുണ്ട്. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഓടിക്കും. എനിക്ക് ഗൾഫിലെ ലൈസൻസ് എന്നിട്ട് വാലിഡാണ്. എനിക്ക് ഗൾഫിൽ നിന്ന് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ഓക്കെ, അതേതായാലും എൻ്റെ അച്ഛനല്ലല്ലോ അവിടെ മന്ത്രി ആണോ? ഞാൻ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി വാങ്ങിച്ചതല്ലേ ഗൾഫിലെ ലൈസൻസ്. അപ്പം ഗൾഫിലെ ലൈസൻസ് എടുക്കാനൊക്കെ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യതയുണ്ട് കേട്ടോ. അത് അന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞ് അങ്ങ് പുറകെ ഓടണ്ട. അങ്ങനെയൊന്നും ഓടുകയില്ല. ഇതൊന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചോടുന്നവരല്ല ഗണേഷ് കുമാർ. ഇവിടെ നിൽക്കും, LDFനോടൊപ്പം നിൽക്കും, പോരാടും. സർക്കാർ ചെയ്ത നല്ല കാര്യമാണെങ്കിൽ നല്ലതെന്ന് പറയും, തെറ്റെങ്കിൽ തെറ്റെന്ന് പറയും. സർക്കാർ ചെയ്തൊരു നല്ല കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ DHSനെ മാറ്റിയത് ഉള്ള കാര്യം പറയണമല്ലോ. K മുരളീധരനെ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം DHS വളരെ നിയമസഭാ കമ്മിറ്റിയോട് പോലും ധിക്കാരപൂർവ്വം പെരുമാറുന്ന ഒരു ഡോക്ടറായി. അത് വളരെ ശരിയാണ്. ഒരാൾ പറയുമ്പോൾ ശരിയെന്ന് എഴുതിയതാണ്. പക്ഷേ എന്നാൽ ഈ നിപ പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചെറിയ വീഴ്ചയുണ്ട്. കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രമേ പറയാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ, പ്രധാനപ്പെട്ട 1-2 പേർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. അങ്ങനെ മിണ്ടാതൊന്നും ഇരിക്കത്തില്ലേ. കൊച്ചിൽ സമയമുണ്ടല്ലോ നിയമ നടപടി സ്വീകരിക്കാനും കോടതി പോകാനൊക്കെ എനിക്ക് സമയമുണ്ട്. ഞാൻ പോകണം. അത് ഞാൻ പോവും. അത് അഡ്വക്കേറ്റോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം പരാതി ആർക്കാണ് കൊടുക്കുക, മുഖ്യമന്ത്രിക്കാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കും. അങ്ങനെ ഇരുന്ന് എന്ത് വൃത്തികേടും വീട്ടിൽ ഇരുന്ന് അങ്ങ് പറയാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. Different angles. Don't forget to subscribe and support this channel.